നമസ്കാരം. എല്ലാവർക്കും മെറ്റേണൽ ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ചോക്ലേറ്റ് പേടയാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് പേടയുടെ റെസിപ്പിയിലേക്ക് പോയാലോ? ഞാനൊരു നോൺ സ്റ്റിക്ക് കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ലിറ്റർ നല്ല കട്ടിയുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള പേട ഉണ്ടാക്കുന്ന സമയത്ത് അടി കട്ടിയുള്ള സ്റ്റിക്കി ആവാത്ത പാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾ ഇൻഡക്ഷനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇല്ല, ഇനി നിങ്ങൾ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇപ്പോഴേ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ചൂടിലിട്ടിട്ട് വറ്റിച്ചെടുക്കാം. ഈ മീഡിയം ചൂടിലിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കൊന്ന് വന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു പാല് ഒരിക്കലും തിളച്ച് പൊങ്ങില്ല. ഇപ്പോൾ ഇത് ഏകദേശം ഒരു പകുതിയോളായിട്ടുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഈ സൈഡിലുള്ള പാൽപ്പാടയൊക്കെ ഒന്ന് പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതേ നമ്മുടെ പാൽ ഒരു 1/4 ഭാഗത്തോളം വറ്റിയിട്ടുണ്ട്. ഇനിയും വറ്റണം. നമുക്ക് ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് സൈഡിൽ നിന്നൊക്കെ എടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒന്ന് സീവ് ചെയ്തിടുകയാണ്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സീവ് ചെയ്യുന്നതിനനുസരിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറു ചൂടിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മൾ ഇനി കൈ വിടാതെ ഇളക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഈ 2 ടേബിൾ സ്പൂൺ ഒരു മീഡിയം മധുരമാണ്. പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര ഇടുമ്പോൾ ഇതിൽ ഒന്നുകൂടെ ഒന്ന് ലിക്വിഡായ പോലെ തോന്നും, പക്ഷേ കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ആവുന്ന ഈ പാത്രത്തിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്ന പാകമാണ് നമ്മുടെ ഈ ഒരു കറക്റ്റായിട്ടുള്ള പാകം. അതുവരെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേ ഏകദേശം നന്നായിട്ട് കണ്ടോ, പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഒരു സ്റ്റിക്കി ആയിട്ടുള്ള രീതിയിലായിട്ട് വന്നിട്ടുമുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് ഇൻഡക്ഷൻ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറു ചൂടിൽ തന്നെ നമ്മളിത് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുന്നതാണ് നല്ലത്. ഇതൊരു സിലിക്കൺ ബട്ടർഫ്ലൈ മോൾഡാണ്. ഞാൻ കുറച്ചെണ്ണം ഇതിലിട്ടിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെയുള്ള മോൾഡിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ബാക്കിയുള്ള പേടകളെല്ലാം ഞാൻ ഓരോരോ ഷേപ്പുകളിലും ഇവിടെ കൈകൊണ്ട് തന്നെ ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു 10 മിനിറ്റായി അതൊന്ന് ജസ്റ്റ് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ് ബട്ടർഫ്ലൈസിനെ. ഇത്തരത്തിലുള്ള ഓരോ ഷേപ്പുകളാകുമ്പോൾ കുഞ്ഞുങ്ങൾക്കും കൂടെ അതൊരു കൗതുകമാണ്. അപ്പോൾ അവർ കുറച്ചുകൂടെ അത് ഇൻട്രസ്റ്റിംഗ് ആണ് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ എല്ലാ പേടകളും ഞാൻ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാലിനെ കൊണ്ട് എനിക്ക് ഇത്രയും പേടകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചോക്ലേറ്റിനേക്കാളും 100% ഹെൽത്തിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഒരു ഹെൽത്തി ചോക്ലേറ്റ് പേട നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.